ഇപ്പോഴും പല ആൾക്കാർക്കും പ്രൊഫൈൽ എന്താണ് പേജ് എന്താണെന്ന് അറിയില്ല. പല ആൾക്കാരും പറയുന്നത് കേൾക്കാം, എന്റെ പ്രൊഫൈൽ തന്നെയാണ് ഞാൻ പേജ് ആക്കി മാറ്റിയത് എന്ന്. അതായത് പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കിയതോടുകൂടി അത് പേജ് ആയി മാറിയെന്ന പലരുടെയും ധാരണ. അതങ്ങനെയല്ല. പ്രൊഫൈലാണ് നമ്മുടെ മെയിൻ അച്യുതണ്ട്. അതിന്റെ താഴെയാണ് പലതരത്തിലായിട്ട് നമ്മൾ പേജസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രൊഫൈൽ എന്തായാലും മെയിൻ ഉണ്ടാക്കേണ്ടത് നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇവിടെ അത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഞാൻ വിശദീകരിച്ചു തരാം. നമ്മൾക്കിവിടെ ഈ പ്രൊഫൈലിന്റെ ഫസ്റ്റ് പ്രൊഫൈലിന്റെ ഈ റൈറ്റ് സൈഡിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇത് പ്രൊഫൈൽ സ്റ്റാറ്റസിൽ കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് പേജ് ഏതാണ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെയുള്ള പേജസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഈ പേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെയുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു സെക്കൻഡ്, ഇവിടെയുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേജ് സ്റ്റാറ്റസ് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ പലതരത്തിൽ നമുക്ക് ഇപ്പൊ ചിലപ്പോൾ ബൈ ചാൻസ് ഒക്കെ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ ഏതാണ് പേജ് ആണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. വേറൊരു കാര്യം ഓർക്കേണ്ടത് ഉണ്ട്, നിങ്ങളുടെ പ്രൊഫൈലിന്റെ അണ്ടറിലുള്ള പേജിന് ഏതെങ്കിലും തരത്തിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ പ്രൊഫൈലിനും ബാധിക്കും. നിങ്ങൾക്ക് പേ ഔട്ട് അക്കൗണ്ട് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രൊഫൈൽ ത്രൂ ആയിരിക്കും. നിങ്ങൾക്ക് പേജിലായിരിക്കും മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുള്ളത്, പക്ഷെ പ്രൊഫൈലിന്റെ അണ്ടറിലായിരിക്കും ആ പേ ഔട്ട് ഉണ്ടാവുന്നത്. ആ പേ ഔട്ടിന്റെ അണ്ടറിലുള്ള ഈ പ്രൊഫൈലിന്റെ അണ്ടറിലുള്ള എല്ലാ പേജസിന്റെ പേ ഔട്ട് ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു പേ ഔട്ടിന്റെ അണ്ടറിൽ കൂടിയായിരിക്കും നടക്കുന്നത്. ഓക്കെ.